മാങ്ങാക്കാലമാണല്ലോ ഇപ്പോൾ, നല്ല മാങ്ങ കിട്ടുന്ന സമയം. നമുക്ക് ഒരു നാടൻ മാങ്ങാക്കറി വയ്ക്കാം ഇന്ന്. ഈ നാടൻ മാങ്ങാക്കറിയുടെ കൂടെ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന വഴുതനങ്ങ ഫ്രൈ കൂടി ഉണ്ടാക്കാം. ഇത് രണ്ടും ചേർത്ത് ചോറുണ്ണുന്നത് എന്താ രുചിയെന്നറിയോ? കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. ഇതിനാവശ്യമായ ചേരുവകകൾ: 5 ചെറിയ മാങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, ചെറിയ ഉള്ളി 10 എണ്ണം, വെളുത്തുള്ളി 6 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, പച്ചമുളക് 5 എണ്ണം. ഇവ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. വേപ്പില 3 തണ്ട്, മുളക് പൊടി 3 സ്പൂൺ, മല്ലിപ്പൊടി 4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരണ്ടിയെടുത്ത തേങ്ങാപ്പീര, 1 കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളത്തിൽ ആദ്യ പാല്, അതായത് തലപ്പാല് പിഴിഞ്ഞെടുക്കുക. 1/2 കപ്പ് വെള്ളത്തിൽ 2ാം പാലും പിഴിഞ്ഞെടുക്കുക. കടുക് താളിക്കുന്നതിനായി 4 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ കടുക്, 5 ചെറിയ ഉള്ളി, 2 തണ്ട് വേപ്പില, 3 വറ്റൽ. ഈ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇവയെല്ലാം ചേർക്കുക. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ഓരോന്നായി ഈ മാങ്ങയിലേക്ക് ഇടുക. ഇനി ഇത് വേണമെങ്കിൽ വെള്ളത്തിൽ ചാലിച്ചിട്ട് മാങ്ങയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. 2 രീതിയിലും ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിത് നേരിട്ട് മാങ്ങയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി അത് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ലൊരു മണം വരും. ഈ മണം തന്നെ നമുക്ക് വല്ലാത്തൊരു വിശപ്പുണ്ടാക്കും കേട്ടോ. നല്ലൊരു മണമാണ് വരുന്നത്. ഇതവിടെ മാറ്റി വയ്ക്കുക. ചട്ടി നന്നായി ചൂടാക്കുക. ചൂടായതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് ചൂടാവണ്ട, പുക വരും. ഇതെല്ലാം കൂടി ഇടുമ്പോൾ വെള്ളമെല്ലാം വറ്റി ആ ചൂടായതിന് ശേഷം നമ്മൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇടുക. 2ാമത്തെ പാല്, ആദ്യത്തെ പാല് മാറ്റി വയ്ക്കുക. 2ാമത്തെ പാല് അതിലേക്ക് ഒഴിക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ചൂടിൽ അതൊന്ന് വേവട്ടെ. പെട്ടെന്നാവും കേട്ടോ, അരമണിക്കൂർ പോലും വേണ്ട ഈ 2 കറിയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആദ്യത്തെ പാല് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരുപാട് നേരം അടുപ്പിൽ വെച്ചിട്ട് പോവരുത്, കാരണം ഈ മാങ്ങ അലുത്ത് അതിൽ ചേർന്ന് പോകും. അല്ലെങ്കിൽ മാങ്ങ കഷ്ണമായിട്ട് തന്നെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ നേരം വേവിക്കാത്തതാണ് നല്ലത്. ഒരു ചെറിയ തിള വരുമ്പോൾ നമുക്ക് ചട്ടിയെടുത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോഴും നല്ലൊരു മണം നമുക്ക് കിട്ടുന്നതാണ്. ആ മാങ്ങ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്തതും ഈ ഉള്ളിയുടെ ആ മണവും, ഉള്ളി മൂപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു സുഗന്ധമുണ്ട്. അതും തന്നെ നമുക്ക് ചോറുണ്ണണം എന്ന് തോന്നും. അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാം. ഇതിലൊരു ഇടത്തരം വഴുതനങ്ങ 7 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട്, ചെറിയ സ്ലൈസായിട്ട് അധികം കനമില്ലാതെ മുറിച്ചെടുക്കുക. 4 സ്പൂൺ കുരുമുളക് പൊടി. ഇതിൽ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 5 സ്പൂൺ ഗരം മസാല പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മീൻ വറുക്കുമ്പോഴൊക്കെ ചെയ്യുന്നത് പോലെ ഈ വഴുതനങ്ങ മുറിച്ചത് ഇതിൽ ചേർത്ത് ഈ ചേരുവ ഇതിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. അതിനുശേഷം ഫ്രൈ പാൻ ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. മീൻ വറുക്കുന്നത് പോലെ ഇത് മെല്ലെ അതിലിട്ട് വറുത്തെടുക്കുക. അധിക സമയം വേണ്ട, 1 മിനിറ്റ് മതിയാകും ഒരു പുറം നന്നായി ഫ്രൈ ആയി കിട്ടാൻ. അതിനുശേഷം അടുത്ത പുറം മറിച്ചിടുക. അധിക നേരം വെച്ചിട്ട് പോകരുത്, പെട്ടെന്നാകും. കരിഞ്ഞു പോകാൻ ഇടയുള്ളതുകൊണ്ട് തീ ചെറുതാക്കി സിമ്മാക്കി വയ്ക്കുക. നല്ല രുചിയുള്ള വഴുതനങ്ങ ഫ്രൈ തയ്യാർ.
നല്ല ചൂട് ചോറിൽ ഈ മാങ്ങാക്കറി ഒഴിച്ച് വഴുതനങ്ങ ഫ്രൈയും ചേർത്ത് കഴിച്ചു നോക്കൂ. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ഇനി ഈ മാങ്ങാക്കറിയുടെ കൂടെ വേണമെങ്കിൽ നല്ല മത്തി പൊരിച്ചത്, അതല്ലെങ്കിൽ നല്ല അയല വറുത്തത്, ഉപ്പുമീനായാലും ഉപ്പുമീൻ വറുത്തതാണെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതും വേണമെങ്കിൽ ഈ മാങ്ങാക്കറിയുടെ കൂടെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്.